25 വർഷമായി കടുത്തുരുത്തിയിൽ ഒരു വികസനവുമില്ല. വികസനമുള്ളത് MLAക്ക് മാത്രം. കുറ്റപത്രവുമായി കടുത്തുരുത്തിയിലെ വോട്ടർമാർ. വർഷങ്ങളായി കടുത്തുരുത്തിയിൽ അനുഭവപ്പെടുന്ന വികസന മുരടിപ്പിനെതിരെയും MLAയുടെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെയുമുള്ള കുറ്റപത്രമാണ് മണ്ഡലത്തിലെ വോട്ടർമാർ അവതരിപ്പിച്ചിരിക്കുന്നത്. മോൻസ് ജോസഫ് MLAക്കെതിരായ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അവതരിപ്പിക്കുന്ന കുറ്റപത്രം ഇങ്ങനെ: നിരവധി പേർ അപകടത്തിൽ മരിക്കുന്ന പുളിന്തറ വളവ് നിവർത്താൻ ഭൂമി ഏറ്റെടുക്കാൻ MLA എന്ത് നടപടി സ്വീകരിച്ചു? മാഞ്ഞൂർ പഞ്ചായത്തിൽ കുറുപ്പന്തറയിലെ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ട് അത് പഞ്ചായത്തിന് കൈമാറാനുള്ള നടപടി സ്വീകരിക്കാൻ MLA എന്തിന് മടി കാണിക്കുന്നു? കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ MLAക്ക് എന്തേ സാധിച്ചില്ല? ഇപ്പോൾ കോടതിയിൽ തർക്കമെന്ന് പറഞ്ഞ് കൈ കഴുകി മാറുന്നു. കുറുപ്പന്തറ ടൗൺ വികസനത്തിന് സ്ഥലം വിട്ടുകിട്ടാനുണ്ടായിട്ടും അതിന് നേതൃത്വം നൽകി ടൗൺ വികസനം സാധ്യമാക്കാൻ മോൻസ് എന്ത് നടപടി സ്വീകരിച്ചു? മണ്ഡലത്തിൽ കുറുപ്പന്തറയിലും വാലാച്ചിറയിലും മേൽപ്പാലം നിർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കെ അതിന് ഒരു ചെറു വിരലനക്കാൻ മോൻസിന് സാധിച്ചോ? ഞീഴൂർ അറുന്നൂറ്റിമംഗലം കീഴൂർ റോഡ് പൊട്ടിത്തകർന്ന് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നത് എത്ര കാലം? കടുത്തുരുത്തിയിൽ അനുവദിക്കപ്പെട്ട ജുഡീഷ്യൽ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി നഷ്ടമായത് എങ്ങനെ? കോടതി പ്രവർത്തിക്കാൻ ഒരു താൽക്കാലിക കെട്ടിടം പോലും കണ്ടെത്തി നൽകാത്ത വ്യക്തി എന്തിന് വീണ്ടും മത്സരിക്കുന്നു? കടുത്തുരുത്തി ഞീഴൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പൂവക്കോട് പാലം വളരെ ഇടുങ്ങിയതാണ്. അത് വീതി കൂട്ടാൻ MLA എന്ത് നടപടിയാണ് എടുത്തത്? കടുത്തുരുത്തി ആപ്പുഴ തീരപ്രദേശ റോഡ് തകർന്നു കിടക്കുന്നത് നന്നാക്കാൻ MLA എന്ത് ശ്രമം നടത്തി? വടക്കങ്കൂർ ബൈപ്പാസിന് 7 കോടി രൂപ അനുവദിക്കപ്പെട്ടത് അട്ടിമറിച്ച MLA ഇനിയും കടുത്തുരുത്തിക്ക് വേണോ? കടുത്തുരുത്തി ബസ് ബേ അട്ടിമറിച്ച MLAക്ക് മാപ്പില്ല. കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷൻ പണി പൂർത്തീകരിച്ചിട്ടും മുറികൾ ബാക്കിയുണ്ടായിട്ടും എല്ലാ സർക്കാർ ഓഫീസുകളെയും വാടക കെട്ടിടത്തിൽ നിന്ന് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റാത്തത് എന്തുകൊണ്ട്? എഴുമാതുരത്ത് ആപ്പുഴ കാന്താരിക്കടവ് എന്നീ ടൂറിസം വളർത്താവുന്ന സ്ഥലങ്ങളുടെ വികസനത്തിന് കടുത്തുരുത്തി MLA 25 വർഷം കൊണ്ട് എന്താണ് ചെയ്തത്? മാന്നാറിലെ പുതിയ പോളിടെക്നിക് കെട്ടിടം ഭൂമിയിലേക്ക് താഴ്ന്നു പോയതിന്റെ അഴിമതി അന്വേഷിക്കാൻ MLA എന്തേ തയ്യാറല്ല? കോൺട്രാക്ടറോട് MLA വാങ്ങിയ കമ്മീഷൻ എത്ര? ഉഴവൂർ മോനിപ്പള്ളിയിൽ പണി തീർന്നു കിടക്കുന്ന കെട്ടിടത്തിലേക്ക് RTO ഓഫീസ് പ്രവർത്തനം മാറ്റാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ MLAക്ക് ലഭിക്കുന്ന ലാഭം എന്താ? കടപ്ലാമറ്റത്തെ ഗവൺമെന്റ് പോളിടെക്നിക് സ്കൂൾ ഇന്ന് എവിടെ? ആ സ്കൂളിന് കെട്ടിടം പണിയാൻ അനുമതി ലഭിച്ചിട്ട് എന്തേ MLA സ്ഥലം കണ്ടെത്തി പണിയാത്തതാ? മണ്ഡലത്തിലെ നിരവധി തൊഴിൽ സംരംഭകർ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അവയെ പുനരുദ്ധീകരിക്കാൻ MLA എന്ത് ചെയ്തു? സ്പിന്നിംഗ് മിൽ, PLC ഫാക്ടറി, ഇന്റർമിക്സ് തുടങ്ങി ഇനിയുമുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ. കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. വോട്ടർമാർ ചിന്തിക്കുക, 25 വർഷം അവസരം നൽകിയില്ലേ, ഇനി ഒരു തവണ മാറ്റി പരീക്ഷിക്കാമെന്ന്. 25 വർഷം കടുത്തുരുത്തിയുടെ MLA ആയിരുന്നിട്ടും നാട്ടിൽ വികസനങ്ങളൊന്നും എത്താത്തതിൽ മണ്ഡലത്തിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നും അതിശക്തമായ പ്രതിഷേധമാണ് MLAക്കെതിരെ ഉയരുന്നത്. കല്യാണവും മരിച്ചടക്കം കൂടുന്നതിനു വേണ്ടി മാത്രമായി ഒരു MLA എന്തിനാണെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. 25 വർഷത്തെ സേവനത്തിനിടയിൽ 25 പേർക്കെങ്കിലും തൊഴിൽ നൽകുന്ന ഒരു സംരംഭം തുടങ്ങാൻ MLAക്ക് സാധിച്ചു എന്നും നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. മോൻസിന് എതിരായ ഈ പ്രതിഷേധം വോട്ടായി മാറിയാൽ കടുത്തുരുത്തിയിൽ LDF സ്ഥാനാർത്ഥി നിർമ്മല ജിമ്മിയുടെ വിജയം അനായാസമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.